ന്യൂയോർക്കിൽ നിന്നും പുറപ്പെട്ട് അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനമായ ഫ്ലോറിഡയിലെ മയാമി ലക്ഷ്യമാക്കി പറക്കുന്ന അമേരിക്കൻ എയർലൈൻസിന്റെ ഒരു വിമാനത്തിനുള്ളിലാണ് ഇപ്പോൾ ഞാൻ. അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ തീരം ചേർന്നാണ് വിമാനം പറക്കുന്നത്. അമേരിക്കയുടെ തെക്കൻ തീരങ്ങളാണ് താഴെ. മയാമിയുടെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങി. നേരം രാത്രി 7:15 എങ്കിലും മയാമിയിൽ പൂർണ്ണമായും ഇരുട്ട് പരന്നിട്ടില്ല. നേർരേഖകൾ പോലെ പ്രകാശത്തിന്റെ തെരുവുകൾ നീണ്ടുകിടക്കുന്നത് ഒരു കാഴ്ച. ആകാശക്കാഴ്ചയിൽ പ്രകാശത്തിന്റെ നേർരേഖകൾ പോലെ അത് ദൃശ്യമാവുന്നത് തെരുവു വിളക്കുകളുടെ നിരകൊണ്ടാണ്. താഴെ ഇപ്പോൾ ഒരു എയർപോർട്ട് കാണാം. മയാമിയിലെ ഫോർട്ട് ലൗഡർഡെയിൽ ഹോളിവുഡ് എയർപോർട്ടാണത്. അവിടെയല്ല ഈ വിമാനം ഇറങ്ങുക. MIA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മയാമി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇതിന്റെ ലക്ഷ്യസ്ഥാനം. അല്പം കൂടി തെക്കോട്ടു പോയി ഒന്ന് വട്ടം ചുറ്റി വിമാനം നഗരത്തിന് മുകളിലേക്ക് കയറുകയാണ്. താഴെ വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങുന്ന നീണ്ടു പരന്നു കിടക്കുന്ന മയാമി നഗരത്തിന്റെ കാഴ്ച രസകരമാകുന്നു. നോക്കത്താ ദൂരത്തേക്ക് നീണ്ടുപോകുന്ന നേർവര പോലെയാണ് നഗരത്തിലെ ഓരോ തെരുവും. ഈ ഒരു ആസൂത്രണം അമേരിക്കയ്ക്ക് മാത്രം സാധ്യമായ കാര്യമാണ്. നഗരങ്ങൾ രൂപപ്പെട്ട കാലത്തു തന്നെ അതെല്ലാം ഏറ്റവും കൃത്യതയോടെ നടപ്പിലായി തുടങ്ങുകയും ചെയ്തിരുന്നു. ഒരു തുറമുഖ നഗരമാണ് മയാമി. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെ ഏറ്റവും ജനസംഖ്യയേറിയ നഗരങ്ങളിലൊന്ന്. 55 ലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ. അതിവിസ്തൃതമായ നഗരം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരം ചേർന്ന് നീളപ്പാട് കിടക്കുന്ന നഗരം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മയാമി ഡൗൺ ടൗൺ ഏരിയയും മയാമി ബീച്ചും ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശമാണ്. ഇന്ന് മയാമി ഏറ്റവും പ്രശസ്തമാകുന്നത് ടൂറിസത്തിന്റെ പേരിലാണ്. അമേരിക്കയിലെ ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള അപൂർവം നഗരങ്ങളിലൊന്നാണിത്. കേരളത്തിലേതിനു തുല്യമായ കാലാവസ്ഥയും കേരളത്തിലേതുപോലുള്ള സസ്യജാലങ്ങളുമെല്ലാമുള്ള ഒരു പ്രദേശം. അതുതന്നെയാണ് മയാമി വലിയൊരു ടൂറിസം കേന്ദ്രമാകാനുള്ള കാരണം. മലകളും കുന്നുകളുമൊന്നുമില്ല. വിശാലതയിൽ നഗരമങ്ങനെ പരന്നുകിടക്കുന്നു. കേരളത്തിന്റെ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും അമേരിക്കൻ വൃത്തിയും ആസൂത്രണവും ചേരുന്ന നഗരമെന്ന് മയാമിയെ വിശേഷിപ്പിക്കാം. നേരം 8 മണി കഴിഞ്ഞു. മയാമിയുടെ ദീപാലങ്കാരത്തിന് കൂടുതൽ മിഴിവ് കൈവന്നിരിക്കുന്നു. താഴെ വ്യവസായ കേന്ദ്രങ്ങളും വലിയ ഗോഡൌണുകളുമെല്ലാം കാണുന്നുണ്ട്. പല നിരകളിലായി വാഹനങ്ങൾ ഒഴുകുന്ന പാതകൾ, വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങൾ. അതെല്ലാം പിന്നിട്ട് വിമാനം മയാമി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേയിലേക്ക് താഴുകയാണ്. റൺവേയിലും പരിസരത്തും മാത്രമാണ് പ്രകാശമില്ലാത്തതെന്ന് തോന്നി. ലോകത്ത് ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ 30ാം സ്ഥാനമാണ് MIAയ്ക്ക്. മയാമി സിറ്റി എയർപോർട്ട് എന്ന പേരിൽ 1920കളിൽ തന്നെ ഇത് പ്രവർത്തനം തുടങ്ങിയിരുന്നു. കരീബിയൻ നാടുകളിലേക്കും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കുമെല്ലാം നിരവധി വിമാനങ്ങൾ മയാമിയിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. അമേരിക്കൻ എയർലൈൻസ്, മയാമി എയർ ഇന്റർനാഷണൽ എന്നിവയുടെ ഹബ്ബ് കൂടിയാണ് ഈ എയർപോർട്ട്. ന്യൂയോർക്കിൽ നിന്നും 3 മണിക്കൂറിന്റെ പറക്കലേ ഉള്ളൂ മയാമിയിലേക്ക്. അതുകൊണ്ട് തന്നെ യാത്രികർക്കും വലിയ ക്ഷീണമൊന്നുമില്ല. ചെറിയൊരു വിമാനമാണ്. മറ്റു യാത്രികരുടെ പിന്നാലെ ഞാനും പുറത്തേക്ക് നടന്നു. ഇവിടെ ഇനി ഇമിഗ്രേഷൻ പ്രോസസ് ഒന്നുമില്ല. ഒരു ഡൊമസ്റ്റിക് വിമാനത്തിൽ നിന്നെന്ന പോലെ ഇറങ്ങിപ്പോകാം. എവിടെയും ക്യൂ നിൽക്കേണ്ട. നേരെ ഇറങ്ങി നഗരത്തിലേക്ക് പോയാൽ മതി. ഡൗൺ ടൗണിൽ നിന്നും ഏറെ അകലെയല്ല എയർപോർട്ട്. അമേരിക്കയിൽ ഡൊമസ്റ്റിക് വിമാനത്താവളങ്ങളിൽ ഡിപ്പാർച്ചർ ഏരിയയിലേക്ക് തന്നെയാണ് വിമാനങ്ങളിൽ വന്നിറങ്ങിയവരും എത്തുന്നത്. അതിനാൽ യാത്ര പുറപ്പെടാനിരിക്കുന്നവർക്കിടയിലൂടെ നടന്നു വേണം പുറത്തേക്കിറങ്ങാൻ. ഞാൻ പുറത്തേക്ക് നടന്നു. മയാമിയുടെ ഡൗൺ ടൗണിലാണ് ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്നെ കാത്തു നിൽക്കാനൊന്നും ആരുമില്ല. ഒരു ടാക്സി വിളിച്ച് ഡൗൺ ടൗണിലേക്ക് പോകണം. കുറേ ദൂരം നടക്കണം പുറത്തേക്ക്. മയാമിയിൽ ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥയല്ല. പകൽ നേരത്ത് 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. അതിനാൽ ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല.
പുറത്തിറങ്ങുമ്പോൾ ഇളം തണുപ്പുണ്ട്. ഇതാണ് ടാക്സി ലഭിക്കുന്ന ഇടം. മഞ്ഞ ടാക്സികൾ കടന്നുപോകുന്നു. ഞാനങ്ങനെ കാത്തുനിൽക്കെ മറ്റൊരു കാറെത്തി. കൈ കാണിച്ച് അത് നിർത്തി. എനിക്ക് മുൻപേ വന്നവർ ഓരോ ടാക്സികളിലായി കയറിപ്പോകുന്നുണ്ട്. ഞാനും ടാക്സിയിലേക്ക് കയറി. ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് ഡ്രൈവർ. കയറുമ്പോൾ തന്നെ കാറിലെ മീറ്ററിൽ 4.95 എന്നാണ് കാണുന്നത്. എൻ്റെ ഓർമ്മയിൽ ഇവിടുത്തെ ടാക്സിയിൽ യാത്ര തുടങ്ങുമ്പോൾ $2.50 കാണേണ്ടത്. ഡ്രൈവർ പറ്റിച്ചതാണോ? ഏതായാലും അത് ചോദിക്കാനൊന്നും മുതിർന്നില്ല. നമ്മുടെ എറണാകുളം നഗരം പോലെയാണ് മയാമി എന്ന് പറയാം. എറണാകുളം പട്ടണം മെയിൻ ലാൻഡിലാണെങ്കിൽ കായലിൽ വെല്ലിംഗ്ടൺ ഐലൻഡ്, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നൊക്കെ പറയുന്നത് പോലെയാണ് മയാമിയുടെയും കിടപ്പ്. മയാമിയിലെ ഉല്ലാസ കേന്ദ്രങ്ങൾ ഐലൻഡുകളും അതിൻ്റെ തീരത്തെ ബീച്ചുകളുമാണ്. ഞാൻ ഹോട്ടൽ മുറിയെടുത്തിരിക്കുന്നത് മെയിൻ ലാൻഡിലെ പ്രധാന പട്ടണ ഭാഗത്താണ്. കാർ ഡൗൺ ടൗണിലെത്തി. ബിസ്കെയിൻ ബൊളവാർഡ് എന്ന തെരുവിൽ ഞാൻ കാറിൽ നിന്നും ഇറങ്ങി. ബിസ്കെയിൻ ബൊളവാർഡിൽ നിന്നും ഉള്ളിലേക്കുള്ള ഒരു സ്ട്രീറ്റിലാണ് മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. പീപ്പിൾ മൂവർ എന്നറിയപ്പെടുന്ന മോണോ റെയിലിൻ്റെ ഒരു വണ്ടി കടന്നുപോകുന്നു. വലിയ കെട്ടിടങ്ങൾ. മയാമിയുടെ കൊമേഴ്ഷ്യൽ ഡൗൺ ടൗൺ എന്ന് ഈ ഭാഗത്തെ വിശേഷിപ്പിക്കാം. ടൂറിസം പ്രാധാന്യമായുള്ള ഒരു ഡൗൺ ടൗൺ അല്ല ഇവിടം. ഞാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന പലയിടത്തേക്കും പോകാൻ സൗകര്യം ഇവിടെ നിന്നാണെന്നതിനാലാണ് ഡൗൺ ടൗണിൽ തന്നെ മുറി ബുക്ക് ചെയ്തത്. ടൂറിസത്തിന്റെ ഡൗൺ ടൗൺ ഭാഗത്താണ് മുറിയെടുക്കുന്നതെങ്കിൽ അവിടെ നിന്നും മറ്റു പല ഭാഗത്തേക്കും എളുപ്പത്തിലുള്ള യാത്ര സാധ്യമാകില്ല. ഹോട്ടലിന്റെ സമീപം കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. അതൊരു സൗകര്യമാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. ലീമിംഗ്ടൺ എന്ന ഹോട്ടലിലാണ് ഞാൻ മുറിയെടുത്തിരിക്കുന്നത്. ബിസ്കെയിൻ ബൊളവാർഡിൽ നിന്നും അല്പം ഉള്ളിലേക്ക് കയറിയാണതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതാണ് ഹോട്ടൽ. മുൻഭാഗം മറച്ചു കെട്ടിയിരിക്കുകയാണ്. പുറമേ നിന്ന് കാണുമ്പോൾ അത്ര വൃത്തിയൊന്നുമില്ലാത്ത ഒരു കെട്ടിടം. അകത്തേക്ക് കയറി ചെന്നപ്പോൾ ലോബി അല്പം വൃത്തിയുള്ളതാണെന്ന് തോന്നി. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അമേരിക്കൻ നിലവാരമൊന്നുമില്ല. ചെക്ക് ഇൻ ചെയ്യുന്നതിനായി കൗണ്ടറിന് മുന്നിൽ കുറച്ചുപേർ നിൽപ്പുണ്ട്. അവരുടെ പിന്നിൽ ഞാനും സ്ഥാനം പിടിച്ചു. കുറച്ചുനേരം കാത്തു നിൽക്കേണ്ടി വരും. കാരണം ഒരൊറ്റ ജീവനക്കാരനേ ഉള്ളൂ ഇവിടെ. ഞാനും ചെക്ക് ഇൻ ചെയ്തു. ലിഫ്റ്റിലേക്ക് കയറി. 3-ാം നിലയിലാണ് എൻ്റെ മുറി. ലിഫ്റ്റിൽ നിന്നും 3-ാം നിലയിലെ ഇടനാഴിയിലേക്ക് ചെന്നിറങ്ങി. തീർത്തും മോശമാണ് ഹോട്ടലെന്ന് പറയാനാവില്ല. വാതിൽ നമ്മുടെ നാട്ടിൻ പുറത്തെ ഏതോ ലോഡ്ജിൻ്റേതുപോലുണ്ട്. മുറിക്കകവും ഒട്ടും ഭംഗിയില്ല. മാത്രമല്ല മുറിക്കകത്ത് ചെറിയൊരു ദുർഗന്ധം തങ്ങി നിൽക്കുന്നു. നേരാമണ്ണം വൃത്തിയാക്കാത്തതിൻ്റെ ഒരു ദുഷിച്ച ഗന്ധം. കട്ടിലുകൾ നല്ല ബെഡ്ഷീറ്റ് വിരിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല തലയിണകളുണ്ട്. ആവശ്യത്തിന് ലൈറ്റുമുണ്ട്. എങ്കിലും ഒരു അമേരിക്കൻ നിലവാരം എവിടെയും കാണുന്നില്ല. 8500 രൂപയാണ് ഒരു രാത്രിക്ക് ഈ മുറിയുടെ വാടക. അത്രയും തുകയ്ക്കുള്ള പകിട്ടൊന്നും ഇവിടെയില്ല. ഈ പ്രദേശത്തെ തന്നെ ഏറ്റവും ചെലവ് ചുരുങ്ങിയ ഹോട്ടൽ ഇതാണ്. താമസിയാതെ ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം രാവിലെ 8:30 കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഞാൻ തെരുവിലേക്കിറങ്ങി. ബിസ്കെയിൻ ബൊളവാർഡ് എന്ന പ്രധാനപ്പെട്ട തെരുവാണിത്. മയാമി ഡൗൺ ടൗൺ ഏരിയയിൽ വാട്ടർ ഫ്രണ്ടിലൂടെ പോകുന്ന പ്രധാന അവന്യൂവാണ് ബിസ്കെയിൻ ബൊളവാർഡ്. ഇതിന്റെ ഓരങ്ങളിൽ പ്രാധാന്യമാർന്ന ധാരാളം കാഴ്ചകളുണ്ട്. അമേരിക്കയിലെ സമ്പന്നർ വിന്ററിൽ സുഖവാസത്തിനെത്തുന്ന ഒരു കേന്ദ്രമായാണ് മയാമി അറിയപ്പെടുന്നത്. വിന്ററിലും കേരളീയമായ ഒരു കാലാവസ്ഥയാണിവിടെ. നല്ല വെയിലും ചൂടുമെല്ലാം ഉണ്ടാവും. വലതുവശത്ത് വേലിക്കെട്ടിനുള്ളിൽ വലിയൊരു വേദി ഒരുങ്ങുന്നുണ്ട്. ഒരു സംഗീത പരിപാടിക്കുള്ള വേദിയാണ്. ബേഫ്രണ്ട് പാർക്ക് എന്നറിയപ്പെടുന്ന ഭാഗമാണിത്. ഡൗൺ ടൗണിലെ പ്രധാന ആകർഷണങ്ങളെല്ലാം ഈ പരിസരത്തു തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇവിടെ തന്നെ ഹോട്ടൽ മുറിയെടുത്തത്. ബൊളവാർഡിന്റെ ഓരം പറ്റി നടന്നു. മുന്നിൽ പോകുന്നത് ടൂറിസ്റ്റുകളാണ്. കയ്യിൽ നഗരമാപ്പുമായി നടക്കുന്നത് കണ്ടാലറിയാം അവരൊന്നും ഇന്നാട്ടുകാരല്ലെന്ന്. നാട്ടുകാർക്ക് നഗരമാപ്പിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ അടുത്ത് ബേസൈഡ് മാർക്കറ്റ് പ്ലേസ് എന്നൊരു സ്ഥലമുണ്ട്.
ഡൗൺ ടൗണിലെ ടൂറിസത്തിന്റെ ഹബ് അവിടമാണ്. ഇവിടമെല്ലാം ടൂറിസ്റ്റുകൾ വന്നു നിറയുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. ബേഫ്രണ്ട് പാർക്ക് എന്ന ഉദ്യാനത്തിന്റെ ഭാഗമാണ് ഇവിടമെല്ലാം. ഒരു ഭാഗത്ത് ബേഫ്രണ്ട് പാർക്ക്, മറുഭാഗത്ത് കൂടി ബിസ്കെയിൻ ബൊളവാർഡ്. ബേഫ്രണ്ട് പാർക്കിന്റെ ഭാഗമായി ഇവിടെ ചെറിയൊരു സ്ക്വയറുണ്ട്. അതിൽ ടോർച്ച് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന ഒരു സ്മാരകം. അമേരിക്കയുടെ 35ാം പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ സ്മരണയ്ക്കായി 1964 സ്ഥാപിച്ചതാണിത്. സ്മാരകത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ബിസ്കെയിൻ ബൊളവാർഡിന്റെ ഒരു ഭാഗം കാണാം. ഇടതുവശത്ത് സംഗീത പരിപാടിക്കായി ഒരുങ്ങുന്ന വേദി. ബേഫ്രണ്ട് പാർക്കിൽ ഇങ്ങനെ കുറേ ശില്പങ്ങളെല്ലാം ഉണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ തെരുവിൽ ടൂറിസ്റ്റുകളുടെ പ്രളയമാണ്. രാവിലെ തന്നെ നിരവധി ടൂറിസ്റ്റുകൾ നഗരം കാണാൻ ഇറങ്ങിയിരിക്കുന്നു. ഡബിൾ ഡെക്കർ ബസ്സുകൾ സർവീസ് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ആദ്യം ബേസൈഡ് മാർക്കറ്റ് പ്ലേസിലേക്ക് ചെല്ലാൻ തീരുമാനിച്ചു. അവിടമായിരിക്കും ഇപ്പോൾ ഏറ്റവും സജീവമായിരിക്കുക. വഴിയിൽ നിരവധി കിയോസ്കുകൾ. വെയിലുള്ളപ്പോൾ ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങളും മറ്റുമാണ് പ്രധാനമായും വിൽപ്പന. പല പല ടൂറുകൾക്കുള്ള ടിക്കറ്റ് വിൽക്കാനുള്ള സ്ഥലങ്ങൾ, സുവനീറുകൾ വിൽക്കുന്ന ചെറുകടകൾ. എറണാകുളത്തെ മറൈൻ ഡ്രൈവിനെ ഒന്ന് ആധുനീകരിച്ച് പ്രൊഫഷണലിസത്തോടെ ഒരുക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. മസാജിനുള്ള ബുക്കിംഗ് കേന്ദ്രങ്ങൾ, ടാറ്റു സെന്ററുകൾ, ടീഷർട്ടുകളും മറ്റും വിൽക്കുന്ന കടകൾ. ഇത്തരം ചെറു കിയോസ്കുകളല്ല ഇവിടുത്തെ ആകർഷണം. പ്രധാന കാഴ്ചകൾ കാണാനിരിക്കുന്നതേയുള്ളൂ. വലിയ റെസ്റ്റോറന്റുകളും ഷോപ്പുകളും സീ ഫുഡ് റെസ്റ്റോറന്റുകളും നിരവധിയായ ടൂറിസം ആക്ടിവിറ്റികളുമെല്ലാമുള്ള ഒരു പ്രദേശം തന്നെയാണ് ബേഫ്രണ്ട്. ക്രൂസുകളും ടൂറുകളും ബുക്ക് ചെയ്യാനുള്ള ധാരാളം കൗണ്ടറുകൾ, ബാഗും തൊപ്പിയും കരകൗശല വസ്തുക്കളുമെല്ലാം വിൽക്കുന്ന കടകൾ. രാവിലെ 9 മണിയായപ്പോഴേക്കും തന്നെ വഴികളിൽ ജനം നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെ മറ്റു ഭാഗങ്ങൾ തണുത്തു വിറങ്ങലിച്ചു നിൽക്കുന്ന ദിവസങ്ങളിൽ ഇവിടേക്ക് ആളുകൾ അല്പവസ്ത്രധാരികളായി വന്നിറങ്ങുന്നു. വെയിൽ കായാനും ചൂടാസ്വദിക്കാനും വന്നെത്തുന്നവരാണവർ. ഞാൻ മാർക്കറ്റിലേക്ക് കയറി ചെന്നു. ബേസൈഡ് മാർക്കറ്റ് പ്ലേസിന്റെ പ്രധാന കെട്ടിടമാണിത്. അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു കെട്ടിടം. വഴിയുടെ ഇരുഭാഗത്തുമുള്ളത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഷോപ്പുകളാണ്. ഏതൊരു ഉൽപ്പന്നത്തിനും വലിയ വിലയാണിവിടെ. വില കുറഞ്ഞതൊന്നും അമേരിക്കയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രതീക്ഷിക്കരുത്. ചെറിയൊരു ഉൽപ്പന്നത്തിന് പോലും $10 വില. ആ 10നെ 65 കൊണ്ട് ഗുണിക്കുമ്പോൾ 680 രൂപയായല്ലോ എന്ന് ഞെട്ടലോടെ മനസ്സിലാവും. ടീഷർട്ടും മറ്റും $20 താഴെ വിലയ്ക്ക് കിട്ടില്ല. ഷോപ്പിംഗ് എന്ന ഉദ്ദേശ്യവുമായി മലയാളികൾ പൊതുവെ ഈ ഭാഗത്തുകൂടിയൊന്നും നടക്കാറില്ല. കാണുക, ആസ്വദിക്കുക. വിശപ്പ് അസഹ്യമെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കുക. അതല്ലാതെ വലിയ ഷോപ്പിംഗ് ലക്ഷ്യമിടുകയേ വേണ്ട. അമേരിക്കൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമുക്ക് ഷോപ്പിങ്ങിന് പോകാവുന്ന ഒരു സ്ഥലവുമല്ല. വലിയ കുടുംബങ്ങളുമുണ്ട് സന്ദർശകരായി. പശ്ചിമേഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാമുള്ള ഉൽപ്പന്നങ്ങളുമുണ്ട് കടകളിൽ. വിളക്കുകൾ, ജാക്കറ്റുകൾ, തൊപ്പികൾ. കച്ചവട വസ്തുക്കളെല്ലാം ആകർഷകവും കൗതുകമുണർത്തുന്നവയും തന്നെയാണ്. ഞാൻ കുറച്ചുനേരം ബേസൈഡ് മാർക്കറ്റ് പ്ലേസിലൂടെ ചുറ്റി നടന്നു. ഇതൊന്നുമല്ല ഈ മാർക്കറ്റിന്റെ പ്രധാന ഭാഗം. മറ്റൊരിടത്ത് നിരവധി റെസ്റ്റോറന്റുകളുണ്ട്. സാധാരണ റെസ്റ്റോറന്റുകളല്ല, വിചിത്ര വിഭവങ്ങളുടെ ഭോജനശാലകൾ. അതിന്റെ ഒരു തുടക്കമാണ് ഈ ഭാഗം. രാത്രിയിൽ ഈ റെസ്റ്റോറന്റുകളിലെല്ലാം ജനം വന്നു നിറയും. ആ ഭക്ഷ്യോത്സവം കാണാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഇവിടേക്ക് വരണമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മയാമിയിലെ ഈ ദിനങ്ങളിലെ കാലാവസ്ഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വെയിലത്ത് നിൽക്കുമ്പോൾ ചൂടുണ്ടെങ്കിലും ടണലിലേക്ക് കയറി നിന്നാൽ സുഖകരമായൊരു ഇളം തണുപ്പാണ് അനുഭവപ്പെടുക. മറ്റൊരു ഭാഗത്തേക്കെത്തുമ്പോൾ ഓപ്പൺ എയർ റെസ്റ്റോറന്റുകളും ഓപ്പൺ എയർ ബാറുകളുമാണ് കാഴ്ച. ഇവിടെ ഏത് റെസ്റ്റോറന്റിലും മദ്യം ലഭിക്കും. ഏതുതരം മദ്യവും. എന്നുവെച്ച് മദ്യപിച്ച് കിറങ്ങി നിൽക്കുന്ന ആളുകളെ ഇവിടുത്തെ വഴികളിൽ എവിടെയും കാണില്ല.
ഇക്കാണുന്നതാണ് ഇവിടുത്തെ മറീന. നിരവധി ബോട്ടുകൾ നിരന്നു കിടക്കുന്നു. തീരത്ത് ഒരു സ്റ്റേജ്. അല്പം കഴിഞ്ഞാൽ ഇവിടെ സംഗീത പരിപാടികൾ ആരംഭിക്കും. ബോട്ട് പിയറും മറീനയുമെല്ലാം ചേർന്ന ഒരു ഉൾക്കടൽ ഭാഗം. നിരവധി ബോട്ട് ക്രൂസുകൾ ഇവിടെ നിന്നും പുറപ്പെടുന്നുണ്ട്. 2-3 ബോട്ടുകൾ ഉടനെ തന്നെ പുറപ്പെടുന്നതായുള്ള അറിയിപ്പ് ബോർഡുകൾ ഞാൻ വായിച്ചിരുന്നു. സമ്പന്നരുടെ സൂപ്പർ യോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് മറീനയിലെ മറ്റൊരു കാഴ്ച. മിക്കതും പാർട്ടി യോട്ടുകളാണ്. ചിലത് ഇവിടെ വാടകയ്ക്കും ലഭിക്കും. ഉല്ലാസ മീൻപിടുത്തത്തിനും മറ്റും പോകുന്നവയാണ് ഇത്തരം ബോട്ടുകൾ. അവയുടെ മുകളിൽ ചൂണ്ടയും കാണാം. പുറംകടലിൽ 2-3 ദിവസം ചെലവഴിച്ച് ചൂണ്ടയിടുന്നവർ ഇവിടെ നിന്നും യാത്ര പുറപ്പെടാറുണ്ട്. ഇക്കാണുന്നത് ത്രില്ലർ മയാമി എന്നൊരു ടൂർ കമ്പനിയുടെ ബോട്ടാണ്. പുറംകടലിലൂടെ അതിവേഗം ചീറിപ്പായുന്ന ഒരു തരം ബോട്ട്. കറ്റമറിനെ പോലെ ഡബിൾ ഹള്ളുകളുള്ളതാണിത്. ഇപ്പോൾ ഇങ്ങനെ ശാന്തമായാണ് നീങ്ങുന്നതെങ്കിലും പുറംകടലിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ മട്ടുമാറും. ചാട്ടുളി കണക്കെയുള്ള കുതിച്ചുപായലാവും പിന്നെ. അതുകൊണ്ടാണ് ഇതിന് ത്രില്ലർ എന്ന് പേരിട്ടിരിക്കുന്നത്. ത്രില്ലർ ബോട്ടിൽ യാത്ര ചെയ്താൽ ഷൂട്ടിംഗ് സാധ്യമാവില്ല. തന്നെയുമല്ല, നല്ല ആരോഗ്യമില്ലാത്തവരാണ് യാത്രക്കാരെങ്കിൽ ത്രില്ലർ പായുമ്പോൾ കുടൽമാല വായിൽ വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. ആഘോഷത്തിന്റെ ഒരു തീരമാണ് ബേസൈഡ് മാർക്കറ്റ് പ്ലേസ്. നല്ല സജീവമായ വൃത്തിയും ഭംഗിയുമുള്ള ഒരു പ്രദേശം. വാട്ടർ ഫ്രണ്ട് ഏരിയകൾ എങ്ങനെ ഒരുക്കിയിടണമെന്ന് ഇവിടെ നിന്നും കണ്ടു പഠിക്കാം. ഒരു ഭാഗത്ത് പഴയ കരീബിയൻ പൈറേറ്റ് ഷിപ്പിന്റെ രൂപമുള്ള ഒരു ബോട്ടുണ്ട്. അതും ടൂർ നടത്തുന്നതാണ്. ആ ബോട്ടിന് സമീപത്തേക്ക് ഞാൻ നടന്നു. ഇവിടെ നിന്നും നിരവധി ക്രൂസ് ബോട്ടുകൾ ഉടനെ പുറപ്പെടുന്നുണ്ട്. അവയിൽ ഒന്നിൽ കയറിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നടത്തം. തീരത്തുകൂടി മാത്രം ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ. ബോട്ട് ക്രൂസ് ടിക്കറ്റ് ലഭിക്കുന്ന ഒരിടമുണ്ടിവിടെ. എൽ ലോറോ എന്നാണ് പൈറേറ്റ് ഷിപ്പിന്റെ രൂപമുള്ള ബോട്ടിന്റെ പേര്. പുരാതനമായ ഭാവത്തോടെ അതങ്ങനെ നിൽക്കുന്നു. ഇതിലൊന്ന് കയറിയാലോ എന്നായി എന്റെ ചിന്ത. വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കുമല്ലോ അത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്നും ഒരു ടിക്കറ്റ് എടുത്തു. $25 നിരക്ക്. താഴെഭാഗത്തു നിന്ന് വേണം ബോട്ടിലേക്ക് കയറാൻ. റെസ്റ്റോറന്റുകൾക്കിടയിലൂടെ അവിടേക്ക് നടന്നു. എനിക്ക് മുൻപേ ടിക്കറ്റ് എടുത്ത കുറെ പേർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും സ്ഥാനം പിടിച്ചു. താമസിയാതെ ഒരു യുവതി വന്ന് ഞങ്ങളുടെ ടിക്കറ്റുകൾ പരിശോധിച്ചു. ഒരു ഫോം ഫിൽ ചെയ്യിച്ചു. ഫോം എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതൊരു സമ്മാന കൂപ്പണാണെന്നാണ് പറഞ്ഞത്. ബോട്ടിലേക്ക് ആളുകളെ കയറ്റിവിട്ടു തുടങ്ങി. 30ഓളം യാത്രികരുണ്ട്. ഞാനും ബോട്ടിൽ ചെന്ന് കയറി. 2 നിലകളുണ്ട് ബോട്ടിന്. കാഴ്ചകൾ കാണാനും ക്യാമറയിലാക്കാനും മുകളിലെ നിലയിലിരിക്കുന്നതാണ് സൗകര്യപ്രദം. അതിനാൽ ഞാനും മുകളിലേക്ക് കയറി. ബോട്ടിന്റെ മുൻഭാഗത്തുമുണ്ട് ഒരു മുകൾ നില. പിന്നിൽ നിൽക്കുമ്പോൾ പൈറേറ്റ് കപ്പലിന്റെ രൂപം പൂർണ്ണതയോടെ ക്യാമറയിലാക്കാം എന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്ഥാനം പിടിച്ചത്. ബോട്ട് യാത്ര തുടങ്ങി. ബേസൈഡ് മാർക്കറ്റ് പ്ലേസിന്റെ റെസ്റ്റോറന്റ് നിരകളും മറ്റുമാണ് മുന്നിൽ കാണുന്നത്. ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രദേശത്തെ കെട്ടിടങ്ങൾക്കും ബോട്ടുകൾക്കുമെല്ലാം വെള്ള നിറമാണ് പൂശിയിരിക്കുന്നത്. കടൽ തീരത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് വെണ്മയുടെ ആ നിറമാണ്. പല നിറങ്ങൾ വാരിപ്പൂശി ഇവിടെയൊന്നും വൃത്തികേടാക്കിയിട്ടില്ല. കൃത്യമായ ഒരു പ്ലാനിംഗ് ഇതിനു പിന്നിലുണ്ട്. ഇളം നിറങ്ങൾ കൊണ്ട് തീരത്തെ ആകർഷകമാക്കിയിരിക്കുന്നു. മുന്നിൽ അക്കാണുന്നത് അമേരിക്കൻ എയർലൈൻസ് അറീന എന്നറിയപ്പെടുന്ന സ്റ്റേഡിയമാണ്. വലിയൊരു സംവിധാനമാണത്. അതിലേക്കെല്ലാം പിന്നീട് പോകാം. തീരത്ത് നിരന്നു നിൽക്കുന്ന തെങ്ങുകൾ അമേരിക്കയിൽ മയാമിയുടേത് മാത്രമായ ഒരു കാഴ്ചയാണ്. കേരളത്തിന്റെ തീരങ്ങൾ വൃത്തിയാക്കിയെടുത്താൽ ഇങ്ങനെയിരിക്കും. പിന്നിൽ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ നഗരത്തിന് അതിര് തീർത്തെന്നോണം നിൽക്കുന്നു. അതിനു മുന്നിൽ പളുങ്ക് ജലവുമായി കിടക്കുന്ന മറീന. വമ്പൻ ആഡംബര ബോട്ടുകൾ.
യോട്ടുകൾ. ആഡംബരത്തിന്റെ സവിശേഷ ലോകമാണ് ഈ വിശ്രമിക്കുന്ന ഓരോ ബോട്ടും. ബെഡ്റൂമുകളും പാർട്ടി ഹാളും ബാറും കിച്ചണും ടോയ്ലറ്റുകളുമെല്ലാം ഉണ്ടാവും അതിൽ. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതാണ് ബോട്ടുകളിൽ പലതും. ഇതാണ് മയാമിയിൽ നിന്നും മനസ്സിലേക്ക് പതിയുന്ന ആദ്യ ദൃശ്യം. വലിയ സമ്പന്നർ വസിക്കുന്ന അപ്പാർട്ട്മെന്റുകളും ഹോട്ടലുകളും വാണിജ്യ സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങളുമെല്ലാമാണ് പിന്നിൽ. ആ കാഴ്ചകളിലൂടെ ബോട്ട് യാത്ര തുടങ്ങുകയാണ്.